ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒറ്റയടിക്ക് 16 എണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാനിവിടെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇതൊന്ന് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഒന്ന് നല്ല പോലെ തന്നെ ഞാനിവിടെ ഞെരടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിത് കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ വരാം. ആ ഒരു സമയം വരെയാണ് നമ്മളിത് യോജിപ്പിച്ചെടുക്കേണ്ടത്. എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സെമി ടൈറ്റ് ആയിട്ടുള്ള ഡോ ആണ് നമ്മൾ നീഡ് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം പൂരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം സാധാരണ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം ഞാനൊരു 5 മിനിറ്റോളം നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാകും. ഇത് ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. അതിനുശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നിട്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് ആറി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളപ്പറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇതുപോലത്തെ മീഡിയം ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് പാകത്തിന് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഉരുളക്കിഴങ്ങിന് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ല ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പൊടികളൊക്കെ ഉരുളക്കിഴങ്ങുമായിട്ട് യോജിച്ച് വരുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുറച്ച് പറ്റിപ്പിടിക്കുന്ന രീതിക്കാണ് ഉണ്ടാകുക. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരല്പം സമയം എടുത്തിട്ടാണെങ്കിൽ കൂടി ഒന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളുടെ കൂട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റോളം ഞാനിവിടെ നമ്മളുടെ ഡോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 ഉരുളകളാണ് നമുക്കിതിൽ നിന്നും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇതിനി ഒന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അത്യാവശ്യം വലിയ ഉരുളയായിട്ട് തന്നെ എടുത്തോളൂ. അതെന്നിട്ട് നല്ല കനം കുറച്ച് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇത് പരത്തിയെടുക്കുമ്പോൾ പൊടിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. പറ്റാവുന്നത്ര കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു ഇതുപോലത്തെ റിങ്ങാണ് ഞാനിപ്പോൾ ഇറക്കി വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കി വെച്ചാൽ മതി. നടുഭാഗത്ത് ഫില്ലിംഗ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്.
അതിനുശേഷം നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നേർത്ത ഒരു ലെയറായിട്ടാണ് നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മിക്സ് എടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈവൺ ആയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ആ ഒരു നടുക്ക് നമ്മൾക്ക് ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഒരു ലെയർ പോലെ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു റിങ് നമുക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിങ് വെച്ച് കൊടുത്തിരുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പം 16 എണ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് 16 എണ്ണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ ഒരുപാട് എരിവൊന്നും ഇട്ടിട്ടില്ല. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ 16 എണ്ണമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ആ നല്ല പോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഒന്ന് ചെറുതായിട്ട് വലിക്കുക, അതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾക്കതൊന്ന് സീൽ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് 16 എണ്ണം കിട്ടും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു ബൈറ്റ്സ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ വളരെ എളുപ്പമാണ്. ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ ഇവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ മീഡിയം ചൂടാകുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് അങ്ങനെ എണ്ണ തിളച്ച് വരേണ്ട ആവശ്യമില്ല. മീഡിയം ചൂടാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം അനക്കാതെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ലോയിൽ വെച്ചിട്ട് അത് കുറച്ച് നേരം അനക്കാതെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അത് ഉള്ളോളം വെന്ത് വരുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പലഹാരം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.